സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്സര ഭയങ്കര കുശുമ്പാന്ന്, ഭയങ്കര വെറുപ്പാന്ന്, പകയാന്ന്. അതായത് ജിൻഡോനെ ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുവാർന്ന്, അത്രമാത്രം അരിശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവതാരകനില്ലേ ജിൻഡോനെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കാതെ തന്നെ ജിൻഡോൻ്റെ കുറ്റങ്ങൾ അങ്ങെടുത്ത് പറയല്ലേ. ജിൻഡോ കഴുകാതെ അണ്ടർവെയർ വെച്ചു, ജിൻഡോ അതുപോലെ തന്നെ സംസാരിക്കാൻ അറിയില്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല എന്ന്. പക്ഷേ ബിഗ് ബോസ് ഇതൊക്കെ അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിൻഡോൻ്റെ ഒരു അടിപൊളി സംഭവം ബിഗ് ബോസ് പുറത്തു വിട്ടു. അതായത് ജിൻഡോ ഒറ്റയ്ക്ക് കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. ഏതായാലും അത് കണ്ടോടുകൂടിയിട്ട് അപ്സരൻ്റെ കിളി പോയിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്സര വിചാരിക്കുന്ന പോലെ എല്ലാവരും ജിൻഡോൻ്റെ PR അല്ല. ജിൻഡോൻ്റെ കളി ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയതാണ്. എനിക്ക് ജിൻഡോ ആയിട്ടോ അല്ലെങ്കിൽ ജിൻഡോൻ്റെ ആൾക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ ജിൻഡോൻ്റെ ഗെയിം എനിക്കിഷ്ടമാണ്. ആ ഗെയിം ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ജിൻഡോ കപ്പടിക്കുന്ന വരെ ജിൻഡോൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്നുള്ളതാണ്. അതായത് ഇനി ജിൻഡോനെ മറിച്ചിടുന്ന ഒരു മത്സരാർത്ഥിയും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കപ്പടിക്കുന്നവരെ നമ്മളെല്ലാവരും ജിൻഡോൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട അപ്സര, യാതൊരു സംശയവും വേണ്ട. കാരണം താങ്കളൊക്കെ അവിടെ കിടന്നിട്ട് കുശുമ്പും കുന്നായ്മയും അതുപോലെ തന്നെ ജിൻഡോനെ കുറ്റവും പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ആദ്യമൊക്കെ താങ്കൾ ജിൻഡോയുടെ കൂടെ നിന്നു, ഒരു ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ വളരെ നല്ല ഇതായിട്ട് പോകുമ്പോൾ താങ്കൾക്ക് തോന്നി ജിൻഡോനെ എല്ലാവരും നെഗറ്റീവ് പറയുന്നു, അപ്പോൾ ജിൻഡോ പുറത്ത് നെഗറ്റീവായിരിക്കും എന്ന് കണ്ടപ്പോൾ താങ്കൾ നേരെ മറുകണ്ഠം ചാടുകയും അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ജിൻഡോയെ വളരെ മോശമായ രീതിയിൽ കുറ്റം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മുതൽ ഈ നിങ്ങളെ പ്രേക്ഷകരെടുത്ത് വെളിയിലിട്ടതാണ്. പിന്നെ ഇത്രയും നാൾ നിങ്ങൾ പിടിച്ച് നിന്നത് തന്നെ ഈ പവർ റൂം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ വീട്ടിലെത്താമായിരുന്നു. നല്ല ഗെയിമും കാര്യങ്ങളൊക്കെയാണെന്ന് പറയേണ്ടത് പ്രേക്ഷകരാണ്, അല്ലാതെ അപ്സരയല്ല. അപ്സര ഇന്ന് പറയുന്നത് കേട്ടു, ഞാൻ ഭയങ്കര ഗെയിമറാണ്, ഞാൻ അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ആളാണ്, അതുപോലെ തന്നെ ഗബ്രി നല്ല യോഗ്യതയുള്ള ആളാണ്. എന്നിട്ടെന്തേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞ്? ജനങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ. നിങ്ങളെ യോഗ്യത അളക്കലെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലാണ് അവരുടെ ഈ കൺട്രോള്, അല്ലാതെ നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങൾ പറയുന്നത് ഞാനും ശരണ്യയും ഗബ്രിയും ജാസ്മിനൊക്കെയാണ് നല്ല ആൾക്കാർ എന്ന്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോൻ്റെ ഈ ജനസമ്മതി കണ്ട് ജിൻഡോൻ്റെ പവർ കണ്ടിട്ട് ഇവന്മാർക്കെല്ലാം ഭ്രാന്തായിട്ടാണ് ഉള്ളത്. ഉള്ള കാര്യം പറയാലോ, അപ്സരക്ക് നല്ല രീതിയിൽ കുശുമ്പുണ്ട്. അതായത് അവസാനം ഈ ആൽബിയൊക്കെ വന്നിട്ട് അപ്സരൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു ഈ ജിൻഡോയാണ് പുറത്ത് നല്ല ഇത് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു സൂചന കിട്ടിയപ്പോൾ 2 ദിവസം അപ്സര ശ്രമിച്ചു. അതായത് ജിൻഡോൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്സര ഒന്ന് ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും കൈവിട്ടു പോയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പരമാവധി വെറുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെറുപ്പിച്ചിരുന്നു. അതായത് ശരിക്കും അവിടെ പോയിട്ട് ഈ എന്താ പറയേണ്ടത്, ഈ കുശുമ്പ് പറയൽ തന്നെയായിരുന്നു പണി. അവിടുന്ന് അസൂയ കൊണ്ടാണ്, അസൂയയും വെറുപ്പും കൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ ജിൻഡോനെ അങ്ങ് വെറുത്തു. പക്ഷേ ഒരു കാര്യം ആലോചിച്ചില്ല, ജിൻഡോന് പുറത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരൊന്നും ജിൻഡോ പറഞ്ഞേൽപ്പിച്ച് പോയതൊന്നുമല്ല. അതിൻ്റെ അകത്തുനിന്ന് ജിൻഡോ പറയുന്നില്ല എനിക്ക് പുറത്ത് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ജിൻഡോക്ക് എറണാകുളം ജില്ലയിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇത് ജിൻഡോക്ക് എറണാകുളം ജില്ലയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ജിൻഡോക്ക് സപ്പോർട്ട്. എന്തുകൊണ്ടാണ്? ജിൻഡോ എല്ലാവരോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ പോയത്? ഞാൻ ജിൻഡോയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്നുമല്ല. എല്ലാവരും ജിൻഡോൻ്റെ ഗെയിം കണ്ടിട്ട്, ആ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന മനസ്സ് കണ്ടിട്ട്, മറ്റുള്ളവരോട് നിങ്ങളൊക്കെ ജിൻഡോനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഈ അപ്സര എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ജിൻഡോ എവിടെയെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരോടെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അവിടെയുള്ള എല്ലാവരും അപ്സരയെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലേ? എന്തിനധികം പറയുന്നത്, ജാസ്മിൻ വരെ അപ്സരയെ പറ്റി മോശം പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പറയുന്നത് ജാസ്മിനാണ് നല്ല ഗെയിമർ എന്ന്. പക്ഷേ ഇത്രയും ദിവസം അപ്സര ഇവിടെ നിന്നിട്ട് ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഒരു മോശം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും നിങ്ങളെയൊക്കെ അഗാധമായി സ്നേഹിക്കുന്നതും ജിൻഡപ്പൻ തന്നെയാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾ നല്ലൊരു ഹൃദയമുള്ളവനാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അയാളുടെ കളറ് നിങ്ങൾ നോക്കണ്ട. അയാൾ പക്ഷെ മനസ്സുണ്ടല്ലോ, അത് നല്ല വെളുത്ത നിറമാണ് അയാളുടെ മനസ്സിന്. ചില ആൾക്കാർക്ക് അയാളെ താടിയും കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ പ്രശ്നമുണ്ട്.
അതുകൊണ്ടല്ലേ കരിഞ്ഞ മത്സ്യകന്യകെന്നും അതുപോലെ ഗറില്ല എന്നും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. അതിൽ ഗറില്ല എന്ന് വിളിച്ച അവൾ പേടിയാണെന്ന് തന്നെ ആർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രേക്ഷകർ വിളിച്ച് താഴെ കിട്ടിയാണ്. അപ്പം ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ നോക്കിയ ഒരാളാണ് അപ്സര. എന്നിട്ട് അപ്സര ഇന്ന് വളരെയധികം വിഷമത്തോടു കൂടി പറയുകയാണ്, ഞാൻ റിസർവായിരുന്നു, ഞാൻ ഇപ്പോഴൊന്നും വരേണ്ടവളല്ല എന്ന് വളരെ ഇതായിട്ട് പറയുകയാണ്. പക്ഷേ അപ്സര, പ്രേക്ഷകർക്ക് നിങ്ങൾ ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും? ജിൻഡപ്പനെ വളരെ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്. നിങ്ങളെ ഒരു കാരണവശാലും പ്രേക്ഷകർക്ക് ഇഷ്ടമേ അല്ല. അതായത് വളരെയധികം വെറുത്ത ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങളെ വെറുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൂട്ടുകെട്ട് ശരിയല്ല, അതാണ്. അതായത് ഒന്നിനെ വെറുത്തിട്ട് അവിടെ മൂലക്ക് ഇരുത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ സംസാരിക്കാൻ വന്നത്, വേറെ ആരുമല്ല. റസ്മിനെ തന്നെയാണ് പറയുന്നത്. റസ്മിൻ്റെ ഭാഗത്ത് കൂടിയത് കൊണ്ടും റസ്മിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടും ഉള്ള സ്നേഹവും കൂടി പോയി കിട്ടും എന്നല്ലാതെ ഒരു നേട്ടവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റസ്മിൻ എന്ന് പറയുന്നയാൾ ഇപ്പോഴും അയാളുടെ ആ ഒരു സ്ത്രീ മനസ്സിലിങ്ങനെ ഈ ജിൻഡോനെ കുറിച്ചുള്ള വൈരാഗ്യം കൊണ്ട് നടക്കലാണ്. ഇനിയിപ്പോൾ ജിൻഡോ എങ്ങാറ്റ കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ സ്ഥിതി എന്താണ്? ജിൻഡോ കപ്പും കൊണ്ടിങ്ങനെ വരുമ്പോൾ നിങ്ങളെയൊക്കെ സ്ഥിതി എന്താണ്? നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ തല വരെ ഇതാകാൻ നോക്കിക്കോ. അതുവരെ നിങ്ങളെല്ലാം ചെക്ക് ചെയ്തോ, പ്രഷറും ഷുഗറെല്ലാം ചെക്ക് ചെയ്യാൻ പോയിട്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത്രമാത്രം കുശുമ്പ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. എന്തൊരു ദുഷിപ്പാണ്. ഇന്ന് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ഈശ്വര, ഈ ജിൻഡോനോട് എന്താ ഈ സ്ത്രീക്ക് ഇത്രമാത്രം വെറുപ്പ് എന്ന്? അല്ല, ഇത്രമാത്രം വെറുപ്പ് എന്താണ്? ഈ ജിൻഡോ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ജിൻഡോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയാണ് കളവ് പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായില്ല. അതുപോലെ ജിൻഡോ എവിടെയാണ് സംസാരിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ ജിൻഡോക്ക് ഇവിടെ ഫാൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇപ്പോഴും എന്ന് പറയുന്നത് എല്ലാം ജിൻഡോൻ്റെ ആളാണ് ഇവിടെ. അതായത് ജിൻഡോനെയാണ് നമ്മൾ ഹൃദയത്തിലേറ്റിയിരിക്കുന്നത്. അവിടെ വേറെ ആരാണുള്ളത്? ഒരാൾ പോലുമില്ല. ഇപ്പം താങ്കൾ പറയുന്ന താങ്കളുടെ ജാസ്മിൻ്റെ സ്ഥിതി എന്താണ്? ജാസ്മിൻ്റെ സ്ഥിതി എന്താണ്? അതുപോലെ ഗബ്രിയുടെ സ്ഥിതി എന്താണ്? റസ്മിൻ്റെ സ്ഥിതി എന്താണ്? ഇവരൊക്കെയാണ് നല്ലവർ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ ഒരു അഭിപ്രായത്തിന് കൊച്ചിയിലെങ്ങാറ്റ് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ബിഗ് ബോസ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നല്ല സുഖമാണ് നടന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതാണ് പിന്നെയും നല്ലത്. അല്ലാതെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ഇമാതിരി തോന്നിയവാസങ്ങൾ കളിച്ച് അസൂയയും കൊശുമ്പും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പിടിച്ച് നോമിനേഷനിലല്ല ഔട്ടുമാക്കും. അതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ, നിങ്ങളെല്ലാം ഇനി കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ. കാരണം ജിൻ്റെപ്പം കപ്പും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം വെറുപ്പ് നിങ്ങൾക്ക് ആ മനുഷ്യനോടുണ്ട്. എന്തിനാ ഇങ്ങനെ വെറുക്കുന്നത്? ഇനി അവനവൻ്റെ ജോലി നോക്കി പോയിക്കൂടെ? ഏതായാലും കപ്പിന് വേണ്ടിയിട്ടാണ് ഇരുന്നത് എന്ന് മനസ്സിലായിരുന്നു. കപ്പ് കിട്ടിയിട്ടില്ല. അത് ആരുടെയും കുറ്റമല്ല അപ്സര, സ്വന്തം കുറ്റം തന്നെയാണ്. കപ്പ് കിട്ടാത്തത് സ്വന്തം കുറ്റമാണ്. കപ്പിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും കപ്പ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അത് നമ്മൾ ജിൻ്റപ്പൻ തന്നെ ഉള്ളതാണ് മോളെ, ജിൻ്റപ്പൻ ഉള്ളതാണ്. അതുകൊണ്ട് ഇനി അസൂയയും കുശുമ്പെല്ലാം മനസ്സെന്ന് കളഞ്ഞിട്ട് ഇനിയെങ്കിലും ആ റസ്മിനെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ നോക്ക്. ഇത്രയേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഓരോ ലൈക്കും കമൻറ്റും വന്നോട്ട്. നന്ദി, നമസ്കാരം.